ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് നമുക്കൊരു ആർട്ട് എക്സിബിഷൻ കാണാം കേട്ടോ. അതായത് ഞാനിപ്പോൾ ഉള്ളത് മലപ്പുറം കോട്ടക്കുന്ന് പാർക്കിലാണ്. ഇവിടെ ആർട്ട് ഗാലറിയിൽ ആർട്ടിൻ്റെ എക്സിബിഷൻ നടക്കുന്നുണ്ട്. നമ്മുടെ വീട് മലപ്പുറത്തായതുകൊണ്ട് തന്നെ കോട്ടക്കുന്നിക്ക് വരിക എന്ന് പറയുന്നത് നമുക്ക് ബോറായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം ഇടയ്ക്കിടയ്ക്ക് പോകുന്നൊരു സ്ഥലമാണ് ഈ കോട്ടക്കുന്ന് പാർക്ക്. പക്ഷേ ഈ ഒരു ആർട്ട് ഗാലറിയിൽ വന്നു കഴിഞ്ഞാൽ വേറെ ലെവലാണ് കേട്ടോ. നമ്മുടെ കയ്യിലും ഇതുപോലെ ആർട്ടൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ എക്സിബിഷൻ നടത്താം കേട്ടോ. ഈ ഒരു എക്സിബിഷൻ നടത്തുന്നത് ഒരു കോളേജിലെ പിള്ളേരാണ് കേട്ടോ. അപ്പം നമ്മൾ അവരേനെയൊക്കെ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഒരുപാട് നല്ല അടിപൊളിയായിട്ടുള്ള ആർട്ടുകൾ നമുക്ക് കാണാൻ പറ്റും. ഇവിടെ കാണുന്ന ചില ചിത്രങ്ങൾക്കൊക്കെ ഒരുപാട് അർത്ഥങ്ങളുണ്ട് കേട്ടോ. നമുക്ക് പെട്ടെന്നൊന്നും അത് മനസ്സിലാക്കാൻ കഴിയില്ല. അത് ചിത്രകാരന്മാരൊക്കെ ഒരുപാട് ആലോചിച്ചൊക്കെ വരയ്ക്കുന്ന ചിത്രമായതുകൊണ്ടായിരിക്കും. മലപ്പുറത്തേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ആർട്ട് ഗാലറി എന്തായാലും മിസ് ചെയ്യരുത് കേട്ടോ. എനിക്ക് ഈ കാണുന്നതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ചിത്രമുണ്ട് കേട്ടോ. അത് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. പിന്നെ ഈ ഒരു ആർട്ടൊക്കെ ഉണ്ടല്ലോ, ഇങ്ങനെ ഞാൻ പണ്ട് എക്സിബിഷൻ നടത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് അവിടെ നമ്മുടെ കോളേജിൽ തന്നെ ഞാൻ വരച്ച ചിത്രങ്ങളൊക്കെ എക്സിബിഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലെൻ്റെ ഫ്രണ്ട്സൊക്കെ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ എനിക്ക് ഈ സമയത്ത് ഭയങ്കരമായിട്ട് എന്താ പറയുക, ഓർമ്മ വന്നു. അപ്പോൾ ഇനി ഭാവിയിൽ പറ്റുകയാണെങ്കിൽ നോക്കട്ടെ, ഞാനൊരു ആർട്ട് എക്സിബിഷൻ ചെയ്യുന്നതായിരിക്കും. ഞാനും ഇതുപോലെ ആർട്ടൊക്കെ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരാളായതുകൊണ്ടും അതുപോലെ തന്നെ ഞാൻ ആർട്ടിൻ്റെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇനി നമുക്ക് ബാക്കിയുള്ള പിക്ചേഴ്സൊക്കെ കാണാം കേട്ടോ. ഈ കാണുന്ന ആർട്ട് നല്ലൊരു വെറൈറ്റി ആയിട്ട് തോന്നി. പിന്നെ കാണുന്നതാണ് ഈ ഒരു ചിത്രം. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ചിത്രം ഏതാണെന്ന് വെച്ചാൽ പ്രകൃതിയായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ചിത്രങ്ങളാണ് കേട്ടോ. അതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ചിത്രമാണ് ഈ കാണുന്ന ഈ ഒരു ചിത്രം. ഡാർക്ക് ബാക്ക്ഗ്രൗണ്ടിൽ ഇങ്ങനെ കൊഴിഞ്ഞ ഇലകളാണ് ഈ വരച്ചിരിക്കുന്നത് കേട്ടോ. അതെനിക്ക് ഒരു വെറൈറ്റി ആയിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. ഞാൻ ഒരുപാട് നേരം അതിൻ്റെ ഫോട്ടോസൊക്കെ എടുത്തുകൊണ്ട് നിന്നു. പിന്നെ ബാക്കിയുള്ള ചിത്രങ്ങളൊക്കെയാണ് ഈ കാണുന്നത്. ഓരോ ചിത്രത്തിനും ഓരോ കഥകൾ പറയാനുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഈ ഒരു ചിത്രമൊക്കെ കാണുമ്പോൾ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് കമൻറ്റ് ചെയ്യൂ ഗൈസ്. ഈ ഒരു ചിത്രമൊക്കെ വരയ്ക്കാൻ അവർ എത്രത്തോളം ടൈം എടുത്തിട്ടുണ്ടാവും അല്ലേ. ഞാൻ ഏകദേശം ഒരു ചിത്രം വരയ്ക്കുന്നത് ചിലപ്പോൾ ഒരാഴ്ച, ചിലപ്പോൾ 2 മാസം, ചിലപ്പോൾ 1 വർഷം, അങ്ങനെ ആയിട്ടാണ് ചിലപ്പോൾ വരച്ച് തീർക്കാറ് കേട്ടോ. നമ്മുടെ വീട്ടുകാരെല്ലാവരും കൂടെ പഠിപ്പിക്കാൻ വിടുന്ന സമയത്ത് ഞാൻ പോയത് വരയ്ക്കാനായിരുന്നു കേട്ടോ. എനിക്ക് പഠിക്കുന്നതിനേക്കാൾ ഇഷ്ടം വരയ്ക്കാനായിരുന്നു. അങ്ങനെ ഞാൻ പല ചിത്രങ്ങളൊക്കെ വരച്ചിട്ടുണ്ട്. പല എക്സിബിഷനിലൊക്കെ പങ്കെടുക്കാറുണ്ട്. പിന്നെ നമ്മൾ പഠിക്കുന്ന സമയത്ത് ഏതൊരു ക്ലാസ്സിലും ഉണ്ടാവും വരയ്ക്കുന്ന ഒരു കുട്ടി, അല്ലെങ്കിൽ ഡാൻസ് കളിക്കുന്ന ഒരു കുട്ടി. അതുകൊണ്ട് തന്നെ എൻ്റെ ക്ലാസ്സിലെ വരയ്ക്കുന്ന കുട്ടി ഞാനായിരുന്നു കേട്ടോ. ഈ ഓണക്കാലമൊക്കെ ആയിക്കഴിഞ്ഞാൽ ഓണപ്പൂക്കളം ഇടാനൊക്കെ ഞാൻ തന്നെയാണ് മെയിനായിട്ട് നിൽക്കാറ്. അപ്പോൾ പഠിക്കാൻ മിടുക്കി അല്ലെങ്കിലും വരയ്ക്കാൻ അത്യാവശ്യം ഞാൻ മിടുക്കിയായിരുന്നു. ഇപ്പോൾ ജീവിതത്തിൻ്റെ ഇങ്ങനെ നെട്ടോട്ടത്തിൻ്റെ ഇടയിൽ സത്യം പറഞ്ഞാൽ വരയ്ക്കാനൊന്നും സമയം കിട്ടാറില്ല. പക്ഷെ നമ്മൾ അതിനുള്ള ടൈം കണ്ടെത്തണം എന്നല്ലേ. നമുക്കിഷ്ടമുള്ള കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ പിന്നെ നമ്മൾ ജീവിച്ചതിന് എന്താണ് അർത്ഥമുള്ളതല്ലേ. അപ്പോൾ ഇത് ഞാൻ എന്തായാലും കുറച്ച് പെയിൻറ്റിങ് വരയ്ക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പം ഞാനത് നിങ്ങളെ കാണിക്കാം. എന്നാൽ ഞാനൊരു കാര്യം പറയട്ടെ, ഞാനിതുവരെ ആർട്ട് പഠിച്ചിട്ടില്ല കേട്ടോ. എങ്കിൽ കൂടെ ഞാൻ വാൾ ആർട്ട്, അതുപോലെ ക്യാൻവാസ് ആർട്ട് എല്ലാം ചെയ്യാറുണ്ട്. അതുപോലെ ഗ്ലാസ് പെയിൻറ്റ്, അങ്ങനെ പിന്നെ ഫാബ്രിക് പെയിൻറ്റ്, അതൊക്കെ യൂസ് ചെയ്തിട്ട് ഞാൻ എല്ലാത്തിലും എന്ത് കണ്ടാലും അതിൽ വരയ്ക്കുന്ന ഒരാളാണ്. എൻ്റെ വീട്ടിൽ വന്നാൽ ചിലപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുമായിരിക്കും, ഏതൊരു ചുമരും ഞാൻ വെറുതെ വിട്ടിട്ടില്ല. എല്ലാ ചുമരിലും ആർട്ടാണ്. അപ്പോൾ അങ്ങനെ ഇന്നത്തെ എൻ്റെ ഈ ഒരു ആർട്ട് സ്റ്റോറി നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി ഞാൻ നെക്സ്റ്റ് വ്ളോഗിൽ വരുന്നതായിരിക്കും ഗൈസ്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളതൊക്കെ കമൻറ്റ് ചെയ്യുക. എല്ലാവരും എൻ്റെ വ്ളോഗ് കാണുന്നുണ്ട്, സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. താങ്ക് യു ഗൈസ്. അപ്പോൾ ഇനി നെക്സ്റ്റ് വ്ളോഗിൽ കാണാം. ബൈ.